ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ രണ്ടാമത്തെ ദിവസം കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന ദിവസം കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ച് പർച്ചേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഡൈബക്ക് മോനെല്ലാം എണീച്ചിട്ടുണ്ട്, എല്ലാവരും എണീച്ചിട്ടുണ്ട്. അവനൊന്ന് ഫ്രഷ് ആക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇത് നമ്മൾ ഫ്രഷായി, എല്ലാവരും ഫ്രഷായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു മലയാളി ഡ്രൈവറെ കിട്ടി കേട്ടോ. നമ്മളിനി നേരെ പോകുന്നത് ശിവാജി നഗറിലേക്കാണ്. ഇവിടെ കുറേ പർച്ചേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഇയർ വന്നിട്ടും ശിവാജി നഗറിൽ തന്നെ കേട്ടോ പോയത്. അപ്പോൾ ഇതാ ഡ്രൈവർ ഇങ്ങനെ പറയലാണ്, നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കിടക്കുന്നുണ്ട്, നിങ്ങൾ ഈ പർച്ചേസിങ് മാത്രം വരരുത്, ബാംഗ്ലൂർ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ടൂറിസ്റ്റുകളെ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് വരുന്നത് വിധാം സൗദ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ പഴയ ഒരു കോൺഗ്രസ് മന്ദിരമാണ്. ഇവിടെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ കുറച്ച് പെർമിഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ പുറത്ത് നിന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അടിപൊളി പ്ലേസ് കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അവിടെ തന്നെ ഒരു ക്യാമറമാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് തന്നിട്ട് അവർ. കാരണം നമ്മളിതാ ശിവാജി നഗറിലെത്തിയിട്ടുണ്ട്. ഒരുപാടുണ്ട് ഐറ്റംസ്. ഡ്രസ്സൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ലെങ്കിലും ബാക്കിയുള്ള കുറേ പർച്ചേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഇപ്പോൾ ഇതാ പാത്രങ്ങൾക്കെല്ലാം ഭയങ്കര പൈസ കുറവാണ്. ഞാൻ വിചാരിച്ച് നമ്മൾ ഹൗസ് വാമിങ്ങിലാവുമ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങനെ ഇതാ ഇവിടുത്തെ ചായപ്പൊടീൻ്റെ ഷോപ്പാട്ടിത്. ഇവിടുത്തെ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്, നല്ല ടേസ്റ്റ് ആട്ടോ ചായയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ നമ്മൾ അവിടുന്ന് ഒരു പാക്കറ്റ് ചായപ്പൊടി വാങ്ങിച്ചു കേട്ടോ. ഇനി ഇവിടെ വന്നിട്ട് സ്വീറ്റ്സ് കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ കുറച്ച് സ്വീറ്റ്സ് എല്ലാം വാങ്ങിച്ച് ആച്ചിയും ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് വേറെ റൂട്ടിലാട്ടോ. അപ്പോൾ അത് ഞാൻ അച്ഛൻ്റെ ഉപ്പ സിസ്റ്റർ എല്ലാവരും കൂടിയിട്ട് ഇതാ ഇവിടെ വന്നിട്ടുള്ളത്, ശിവാജി നഗറിലെ വട്ടം വന്നിട്ടുള്ളത്. അവർക്ക് ലേറ്റ് സൗണ്ടിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതാ ട്രെയിനിൻ്റെ ടൈമെല്ലാം ആയിക്കൊണ്ട് വരുന്നുണ്ട്, ഈവനിങ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റൂമിലേക്ക് വന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയേ. അങ്ങനെ ഇതാ ഇവർ പർച്ചേസിങ് കഴിഞ്ഞില്ല കേട്ടോ. ഒരു ഷോപ്പിലും കൂടി പോയിട്ട് സാധനം എടുക്കാനുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ളൊരു സിറ്റിയാണ് കേട്ടോ, അടിപൊളിയാണ്. നൈറ്റ് പോകാൻ സൂപ്പറായിട്ടോ, കുറച്ച് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം എന്ന് തന്നെ പറയാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നൈറ്റിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല. ട്രെയിനിൽ നല്ല ഫുഡിൻ്റെ കാര്യത്തിൽ വൻ ഷോക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മളെന്താക്കി അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 50 രൂപയുടെ ഓട്ടം മാത്രമേ ഉള്ളൂ മള്ളിലേക്ക്. അങ്ങനെ നമ്മൾ കരുതി അവിടെ നല്ല ഫുഡെല്ലാം കിട്ടുമല്ലോ. അപ്പം അങ്ങനെ നമ്മളിതാ ലുലു മാളിലേക്കാട്ടോ വന്നിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാന്ന് പറഞ്ഞാൽ അത്രയും സൂപ്പറായി. പുതിയതായിട്ട് വന്നതല്ലേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളത്തെ ലുലു മാളിനേക്കാളും അതിൻ്റെ അകം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഇവിടെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ, അത് കണ്ട് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് നമുക്ക് ഇന്നലെ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ ഫുഡ് നമ്മൾ ഓരോന്നേ നോക്കലാട്ടോ. അതിനകത്തുള്ള ഹൈപ്പറിൽ കയറിയപ്പോൾ ഒരുപാട് ഫുഡ് കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാത്ത ഫുഡ് പോലും ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഏതെടുക്കണ്ടെന്നുള്ളൊരു ഡൗട്ടിലായിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഒരു ഫുൾ ചിക്കനും, ഇവിടെ റേറ്റ് കുറവാട്ടോ, ചിക്കനൊക്കെല്ലാം ഭയങ്കര റേറ്റ് കുറവാട്ടോ. ഈ എല്ലാ ലുലുമാളിലും അങ്ങനെ തന്നെ. ഫുഡിന് നമ്മളെ യൂസ്ഫുള്ളിക്കാൻ്റെ ഒരു പ്രത്യേകതയാണ്, ഫുഡിന് എപ്പോഴും റേറ്റ് കുറച്ചിട്ടിടുക, ഭയങ്കര ടേസ്റ്റിയും ആയിരിക്കും. നമ്മളെന്തൊക്കെയോ ഒരു ഫുൾ ചിക്കനും വാങ്ങിച്ച്, പിന്നെ വെള്ളപ്പട്ട വാങ്ങിയത് ലൈറ്റായിട്ട് ചെറിയ കുട്ടികളെല്ലാം ഉള്ളതല്ലേ. അങ്ങനെ പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചേട്ടാ. നമ്മൾ ഓരോ ഓട്ടോ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഓട്ടോയിൽ തന്നെ നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഓട്ടോയിൽ തന്നെ ആ ഡ്രൈവർ നമ്മളവിടെ റൂമിലേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ടൈം ആയിക്കൊണ്ട് വരായിരുന്നു. അങ്ങനെ ഏതോ എടുക്കേണ്ട വീഡിയോസ് എനിക്ക് ഏതോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇതിനും കൂടുതലായിട്ട് ഫുഡ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇച്ചൂസ് ബില്ലിങ്ങിലേക്ക് ഓരോ സാധനം വെച്ച് കൊടുക്കലാന്നേ.
എന്നിട്ട് ഇതാ റൂമിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടിക്ക് വേണ്ടി കാത്തിക്കലാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ ഒരു വീഡിയോയിലായിട്ട് വരുന്നവരെ ഓക്കെ.